നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ കൊച്ചുമോളുടെ കാര്യത്തില് എനിക്ക് ജയിച്ചേ പറ്റൂ. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല വിഷ്ണു. വിഷ്ണുവിന് പോകാം. വിഷ്ണുവിന്റെ അമ്മ വന്ന് ശാലിനിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അമ്മ വന്നിട്ടുണ്ടായ കാര്യങ്ങളെല്ലാം ശാരദാമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? അറിയാം. അതറിയാവുന്നത് കൊണ്ടാണല്ലോ എനിക്കിങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നത്. വിഷ്ണുവിന്റെ കാര്യത്തിൽ സത്യാമ്മ കാണിക്കുന്ന സ്വാതന്ത്ര്യവും സ്വാർത്ഥതയും ഇവളുടെ കാര്യത്തിൽ എനിക്കും കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇനിയും അവളെ ആ വീട്ടിലേക്ക് കൊണ്ടുപോയി കണ്ണീര് കുടിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഗോപാലേട്ടനും അത് തന്നെയാ പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. ഓരോ സമയത്ത് ഓരോ സ്വഭാവ വിഷ്ണുവിന്റെ അമ്മയ്ക്ക്. അത് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ വിഷ്ണുവിന് സാധിക്കുന്നില്ല. അപ്പൊ പിന്നെ വിഷ്ണുവിന്റെ ഉറപ്പില് ഞങ്ങൾ എങ്ങനെയാ ശാലിനി അങ്ങോട്ട് അയക്കുന്നത്? ശാരദാമ്മ അമ്മയുടെ സ്വഭാവം അറിയാലോ. അവർക്ക് ചെറിയൊരു കാര്യം മതി. പക്ഷെ കാര്യങ്ങൾ നേരെവണ്ണം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇവൾക്കും പറ്റുന്നില്ലല്ലോ. ഒരു സംശയത്തിന്റെ നിഴലിൽ നിന്നുകൊണ്ട് എന്റെ മോൾ എങ്ങനെ അവിടെ ജീവിക്കൂന്ന് വിഷ്ണുമോൻ പറ. ആ വീട് സത്യാമ്മയുടെ ലോകമാണ്. അവിടെ ആര് താമസിക്കണം ആര് താമസിക്കണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം സത്യാമ്മയുടെ മാത്രമാ. സത്യമോൾ ഇല്ലാതെ ശാലിനിയെ മാത്രമായിട്ട് ആ വീട്ടിലേക്ക് സത്യാമ്മ വിളിച്ചപ്പോ ചങ്ക് പൊട്ടിയത് ഇവളുടെയാ. ഇവളുടെ മനസ്സിന്റെ തേങ്ങല് എനിക്ക് കേൾക്കായിരുന്നു. ഒരമ്മയ്ക്കും സഹിക്കാനാവാത്ത കാര്യമല്ലേ സത്യാമ്മ ആവശ്യപ്പെട്ടത്? വിഷ്ണു ജയിലിൽ കിടന്നപ്പോ വിഷ്ണുവിനെ ഇറക്കാനായി സത്യാമ്മ ഇവിടെ ശാലിനിയുടെ സഹായം തേടി വന്നത് എന്തിനാ? മകനോടുള്ള അമ്മയുടെ സ്നേഹം ഒന്നുകൊണ്ട് മാത്ര. പക്ഷെ ആ ഒരു സ്നേഹം എന്റെ മോക്ക് സത്യമോളോടുണ്ടെന്നുള്ള കാര്യം എന്തുകൊണ്ടാ സത്യമ്മ മനസ്സിലാക്കാത്തത്? മക്കളെല്ലാവർക്കും ഒരുപോലെയല്ലേ? ശാലിനി, എടോ, എനിക്ക് തന്നെ വിശ്വാസമാ. എനിക്ക് തന്നോടുള്ള സ്നേഹം തന്നെ എന്റെ ജീവിതം. അത് പക്ഷെ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എടോ പക്ഷെ താൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കത് ജീവിച്ച് കാണിക്കാൻ പറ്റും. എടോ, താൻ എന്തെങ്കിലും ഒന്ന് പറ. എല്ലാ തെറ്റുകളും ശരിയാക്കി എല്ലാ ശരികളും എല്ലാരെയും ബോധ്യപ്പെടുത്തി നമുക്കിനി എന്നാ ഒരു ജീവിതം തുടങ്ങാൻ പറ്റുക? മോളെ, നമ്മക്കറിയാലോ നമ്മളെ. എനിക്ക് തനിക്ക് എന്നെ അറിയാവുന്നതിനപ്പുറം മൂന്നാമതൊരാളെ തൃപ്തിപ്പെടുത്തി തുടങ്ങേണ്ടതാണോ നമ്മുടെ ജീവിതം? ആണോ? അത് നമ്മളല്ലേ തീരുമാനിക്കണ്ടേ? എടോ, നമ്മുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കുറവുകളും സഹിക്കേണ്ടതും അതുമായിട്ട് പൊരുത്തപ്പെടേണ്ടതും നമ്മൾ തന്നെയാ. ശാലി, എനിക്ക് തന്നെ വിശ്വാസമാണെന്ന് പറയുന്നത് തന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. എനിക്ക് തന്നിൽ അത്രത്തോളം വിശ്വാസമുള്ളതുകൊണ്ട് പറയുന്ന ഉള്ളിൽ തട്ടിയിട്ട്. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, എന്റെ ഒപ്പം വാ. മോനെ, അവള് വരും. പക്ഷെ സത്യമോളെ സത്യാമ്മ അംഗീകരിക്കണം, കൂടെ കൂട്ടണം. അമ്മയുടെ മനസ്സറിയാവുന്ന മകനല്ലേ, അമ്മയ്ക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന മകൻ. ആ അമ്മ മനസ്സുകൊണ്ട് എന്ന് സത്യമോളെ അംഗീകരിക്കുന്നുവോ അന്നേ ഇവളെ ഞങ്ങൾ അങ്ങോട്ട് വിടും. ഇനി മറിച്ചാണ് നിന്റെ തീരുമാനമെങ്കിൽ ഈ അമ്മയെ പിന്നെ നീ മറന്നേക്കണം.
പിന്നെയും ചവിട്ടി താഴ്ത്തുക എന്ന് പറഞ്ഞ ഏതൊരാളും ഒന്ന് പ്രതികരിച്ചു പോവില്ലേ? ഈ അമ്മയുടെ മനസ്സും ശബ്ദവും ഇങ്ങനെയാണോന്ന് മോനൊന്നും സംശയിച്ചില്ലേ? ഇങ്ങനെ ആക്കിയതാ മോന്റെ അമ്മ. സംസാരിച്ച് തീർക്കാൻ പറ്റാത്ത എന്ത് പ്രശ്നമാ വിഷ്ണു ഈ ഭൂമിയിലുള്ളത്? ഇരുഭാഗത്തെയും കുറ്റങ്ങളും കുറവുകളും ഏറ്റു പറഞ്ഞ് പ്രശ്നങ്ങളൊന്ന് രമ്യതയിൽ പറഞ്ഞു തീർക്കാൻ നോക്ക്. പക്ഷെ അത് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണമെന്നുള്ള ബോധവും കൂടി ഉള്ളിൽ ഉണ്ടാവണം. അത് സത്യാമ്മയിലില്ല. അതുകൊണ്ടാ എനിക്കിങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നത്. ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും അണുവിട ഞാൻ പിന്മാറില്ല. ഇവളെ ഞാൻ അതിന് അനുവദിക്കില്ല. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ ആരും ഈ അമ്മയെ ഇനി കാണില്ല. എല്ലാ സ്ഥലത്തും തോൽവികളാണ്. തോറ്റ് തല കുനിച്ച അവസ്ഥയിലെ എവിടെയും നിന്നിട്ടുള്ളൂ. അഭിമാനത്തിനല്ല, മനസ്സ് തകർന്ന് ചങ്ക് പൊട്ടി ഞാൻ ഇറങ്ങി പോന്നിട്ടുണ്ട് സത്യാമ്മയുടെ മുന്നിൽ നിന്ന്. കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല, ചുടുചോര ഒഴുകിയ അവസ്ഥ. പക്ഷെ ഇവളുടെ കാര്യത്തില്, എന്റെ കൊച്ചുമോളുടെ കാര്യത്തില് എനിക്ക് ജയിച്ചേ പറ്റൂ. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല വിഷ്ണു. വിഷ്ണുവിന് പോകാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.